അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദഅവത്ത് ഓഫ് സമസ്തയുടെ അറിവുറവ പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. മാഷാ അല്ലാഹ്, ഉദാരത എന്ന വിഷയമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓരോ ദിവസവും രണ്ടു മലക്കുകൾ ആകാശത്തു നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ പ്രാർത്ഥിക്കുമത്രേ, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. അവ മറ്റൊരു മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. അല്ലാഹുവേ, ധനം നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നവന് നീ അധികരിച്ചു നൽകണമേ, പിന്തുടർച്ച നൽകണമേ, അഥവാ ഇനിയും ബർക്കത്തും അഭിവൃദ്ധിയും നൽകണമേ എന്ന്. എന്നാൽ ധനം ചെലവഴിക്കാതെ, നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം നൽകണമേ എന്ന് ആ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആവശ്യമായ സമയത്ത് ആവശ്യമായ ധനം ചെലവഴിക്കുക എന്നുള്ളത്, ആ ഒരു ഉദാരതയുടെ മനസ്സ് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുക എന്നുള്ളത് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരാടിനെ അറുത്തിട്ട് ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആയിഷ ബീവിയോട് ചോദിച്ചിട്ടുണ്ട്, മാ ബഖിയ മിൻഹ, വല്ലതും ബാക്കിയുണ്ടോ എന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ലാ കതിഫുഹാ, അതിന്റെ ചുമലല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ഒരു കുറക് ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം ദാനം ചെയ്തിട്ടുണ്ട്, ഇനിയൊരു കുറകും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ബഖിയ കുല്ലുഹാ ഗൈറ കതിഫിഹാ, എന്നാൽ അതിന്റെ ചുമലൊഴിച്ചുള്ളതെല്ലാം ബാക്കിയായിരിക്കുന്നു. അതിന്റെ കുറക്, അതിന്റെ കാല്, അത് നഷ്ടമായിരിക്കുന്നു. അഥവാ ദാനം ചെയ്തതെല്ലാം ബാക്കിയായിരിക്കുന്നു, ഇപ്പോൾ ബാക്കി വെച്ചതെല്ലാം നഷ്ടമായിരിക്കുന്നു എന്നർത്ഥം. എത്ര ശരിയായ വർത്തമാനമാണത്. ഒരു 10 രൂപ, നമ്മളൊരു ദിവസം ഒരു 100 രൂപ ചെലവാക്കി പലതും വാങ്ങി കഴിക്കുകയും തിന്നുമൊക്കെ ചെയ്തു. അതിൽ 10 രൂപ ദാനം ചെയ്തു. എന്നാൽ ചെലവാക്കിയതെല്ലാം നഷ്ടമായി, അതങ്ങ് തീർന്നു, ഇല്ലാതെയായി. ആ ദിവസത്തോടുകൂടി അതങ്ങ് അസ്തമിച്ചു. എന്നാൽ ദാനം ചെയ്ത 10 രൂപ അതവിടെ ബാക്കിയായി. അത് പരലോകത്തെ എന്നെന്നും അവശേഷിക്കുന്ന ഒരു നന്മയായിട്ട് അതവിടെ നിലകൊള്ളുകയാണ്. ഒരു മനുഷ്യന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ കാര്യം ഏതാണ് എന്ന്. നബി തങ്ങൾ പറഞ്ഞു, തുതഇമുത് തആം വതഖറഉസ് സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൽ ഏറ്റവും ഉന്നതമായ കാര്യമായി പറഞ്ഞു കൊടുത്തത്. ഒന്ന്, ഭക്ഷണം നൽകുക. രണ്ടാമത്തേത്, പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയുക എന്നത്. കേൾക്കുമ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിലും നബി തങ്ങൾ ഇത് ഇസ്ലാമിൽ ഏറ്റവും ഉത്തമമായ നന്മയായിട്ടാണ് പരിചയപ്പെടുത്തിയത്. വളരെ മനോഹരമായ മറ്റൊരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 3 കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്തു പറയുകയാണ്. ആ 3 കാര്യങ്ങൾ നിങ്ങൾ ഹൃദയസ്ഥമാക്കണം, നിങ്ങൾ അത് നെഞ്ചോട് ചേർത്ത് വെക്കണം. അതിൽ ഒന്നാമത്തേത്, മാ നഖസ മാലു അബ്ദിൻ മിൻ സ്വദഖഹ, ദാനം ധനത്തെ കുറക്കുകയില്ല. ദാനം ചെയ്തു എന്ന് കരുതിയിട്ട് ഒരാൾ ദരിദ്രനാവാനൊന്നും പോകുന്നില്ല. ആക്രമിക്കപ്പെട്ട ഒരാൾ, രണ്ടാമത്തെ കാര്യം പറയാണ്, ആക്രമിക്കപ്പെട്ട ഒരാൾ അഥവാ അക്രമത്തിന് വിധേയനായ ഒരാള് ആ അക്രമത്തിന്റെ പേരിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് പ്രതാപമല്ലാതെ ഇല്ലാ സാദഹുല്ലാഹു ഇസ്സാ, പ്രതാപത്തെയല്ലാതെ അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കുകയില്ല. സഹിക്കേണ്ടി വന്ന പ്രയാസത്തിന്റെ പേരിൽ ക്ഷമ അവലംബിക്കുമ്പോൾ അള്ളാഹു ഇസ്സത്ത് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മൂന്നാമതായി സത്യം ചെയ്തു പറഞ്ഞു കൊടുക്കുന്ന കാര്യം, യാചനയുടെ കവാടം ഒരാൾ തുറന്നാൽ ദാരിദ്ര്യത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന്. എപ്പോഴും മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റൊരാളെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾക്ക് ദാരിദ്ര്യത്തിന്റെ വാതിലുകളാണ് തുറന്നു കൊടുക്കുക എന്ന്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യമാണ് നബി തങ്ങൾ പറഞ്ഞത്.
അതിൽപ്പെട്ട ഒന്നാണ് സ്വതക്ക, ദാനം ധനത്തെ കുറക്കുകയില്ല. അതുകൊണ്ട് തന്നെ പാപ്പരായി പോകുമെന്ന് വിചാരിച്ചിട്ട് സ്വതക്കയുടെ മാർഗത്തിലേക്ക് വരാൻ പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. അതുകൊണ്ട് തന്നെ ഉദാരതയുള്ള മനസ്സോടുകൂടി മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം, സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത്, നബിതങ്ങളോട് ആരെങ്കിലും വല്ലതും ചോദിച്ചു വന്നാൽ നബിതങ്ങൾ ഇല്ല എന്ന മറുപടി പറയാറില്ല. പകരം ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യും, അതുമല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി. എന്തെങ്കിലും ചോദിച്ചു വന്നാൽ എന്റെ അടുത്തില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കൂല, മറിച്ച് ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്യും. അത് ഇന്ന സമയത്ത് തരാം, അല്ലെങ്കിൽ ഇന്ന ഇതിൽ തരാം. ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും. ഇത്ര മനോഹരമായ രീതിയാണിത്. ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ പാത നമുക്കും പിന്തുടരാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ഉദാരതയുള്ള ഒരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.